ബി.ജെ.പിയുടെ നീക്കങ്ങളും തന്ത്രങ്ങളുമൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണ്. അത്തരത്തിലാണ് മോദി ഓരോ നീക്കങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓരോ നേതാക്കളും പൊങ്ങികളും കമ്മികളുമെല്ലാം അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള തന്ത്രങ്ങളുമായാണ് ബി.ജെ.പി ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എവിടെയൊക്കെ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയെ തകർക്കാൻ പറ്റുമോ അവിടെയൊക്കെ മോദി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുമുണ്ട്. വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ജയമുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മോദി ബി.ജെ.പിയും. അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് മോദി ചെയ്തു വരുന്നത്. ബി.ജെ.പി ഇത്തവണ 400 സീറ്റ് പിടിക്കും എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസിനെ ഇവിടെ നിന്നും തുടച്ചു മാറ്റും എന്നൊരു ധ്വനി കൂടിയുണ്ട്. ഇനി എന്താണ് ബി.ജെ.പിയുടെ അടുത്ത നീക്കം എന്ന് കോൺഗ്രസിന് പോലും ആശയക്കുഴപ്പത്തിലാണ്. കാരണം എല്ലാ നീക്കങ്ങളും അപ്രതീക്ഷിതം തന്നെയാണ് എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ബി.ജെ.പി ഓരോ സംസ്ഥാനങ്ങളിലും ശക്തരായ മത്സരാർത്ഥികളെ കൊണ്ടുവന്നതും എല്ലാം ബുദ്ധിപൂർവ്വം തന്നെയാണ്. കോൺഗ്രസിനെ നേരിടുക എന്നൊരു വലിയ നീക്കം തന്നെയാണ് ബി.ജെ.പിക്ക് എപ്പോഴും ഉള്ളത്. എന്നാൽ എന്താണ് അടുത്ത ബി.ജെ.പിയുടെ മോദിയുടെ നീക്കം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് ഉറപ്പായും റായ്ബറേലി തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം മറ്റൊന്നുമല്ല, അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം. ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായിരുന്ന അമേഠിയിൽ നിന്നും തോൽവി ഭയന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പിന്മാറിയത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം സ്മൃതി ഇറാനിയോടുള്ള തോൽവി ഭയന്നാണ് റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി ചുവട് മാറ്റിയത്. ഇപ്പോൾ വയനാടും റായ്ബറേലിയിലുമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അടുത്ത മോദിയുടെ നീക്കം അല്ലെങ്കിൽ മോദി ബി.ജെ.പി ഉന്നമിക്കുന്നത് റായ്ബറേലി തന്നെയായിരിക്കും. സ്മൃതി ഇറാനിയോട് അടുത്തതായി റായ്ബറേലിയിൽ മത്സരിക്കാൻ മോദി പറഞ്ഞു എന്നാണ് ഇപ്പോഴെത്തുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ, ഈ പറയുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് രാഹുലിന് കിട്ടുന്ന ഏറ്റവും വലിയ പണി തന്നെയായിരിക്കും. കാരണം സ്മൃതി ഇറാനിക്ക് വലിയ ജനപിന്തുണയാണ്, ജനസമ്മതിയാണ് അവിടങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ബി.ജെ.പിക്ക് കയറി വരാൻ ഒട്ടും പ്രയാസമുണ്ടാകില്ല. രാഹുലിനെ തോൽപ്പിക്കാൻ ഒട്ടും പ്രയാസം മോദിക്ക് ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ റായ്ബറേലിയിൽ തന്നെയായിരിക്കും ഇനി മോദിയുടെ നോട്ടം. രാഹുലിന് വീണ്ടും ഒരു 8ന്റെ പണി ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റായ്ബറേലിയിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനി വരുന്നു എന്നാണ് പറയുന്നത്. മോദിയുടെ നിർദ്ദേശം ഇങ്ങനെയാണെന്നും അതനുസരിച്ച് അടുത്തതായി റായ്ബറേലിയാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ. 2019 വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടാണ് രാഹുൽ ലോക്സഭയിലേക്ക് എത്തിയത്. അത്തവണ 2004 മുതൽ പ്രതിനിധീകരിച്ച അമേഠിയിൽ രാഹുൽ പരാജയം ഏറ്റുവാങ്ങി. ബി.ജെ.പി നേതാവ് സ്മൃതി ഇറാനിയോടായിരുന്നു സ്വന്തം കോട്ടയിൽ രാഹുൽ പരാജയപ്പെട്ടത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരിക്കൽ തന്നെ കൈവിട്ട അമേഠിയെ ചേർത്ത് പിടിക്കാൻ രാഹുൽ തയ്യാറായില്ല. ഇത്തവണ മത്സര രംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പട്ടികയിൽ ഇടം പിടിച്ചില്ല. പകരം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന 63-കാരനായ കിഷോരി ലാൽ ശർമ്മയാണ് അമേഠി തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. 1967 മണ്ഡലത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിനെ പിന്തുണച്ച അമേഠി 3 തവണ മാത്രമാണ് കോൺഗ്രസിനെ കൈവിട്ടത്. രാഹുൽ അമേഠി വിട്ട് റായ്ബറേലിയിലേക്ക് ചേക്കേറുമ്പോൾ ഇരുന്ന നിരവധി ചോദ്യങ്ങളുമുണ്ട്. 1999 സോണിയാഗാന്ധി അമേഠി തിരിച്ചുപിടിച്ചിരുന്നു. 67.12% വോട്ട് സോണിയ നേടി. 2004 സോണിയ റായ്ബറേലിയിലേക്ക് മാറി. രാഹുൽ ഗാന്ധി മണ്ഡലം ഏറ്റെടുത്തു. അമേഠിയിൽ അന്ന് 66.18% വോട്ട് നേടി രാഹുൽ വിജയിച്ചു. 2009-2014 വർഷങ്ങളിൽ വിജയം ആവർത്തിച്ചു. എന്നാൽ 2019 സ്മൃതി ഇറാനിക്ക് മുന്നിൽ രാഹുൽ പരാജയപ്പെട്ടു. 1998 കോൺഗ്രസ് 3.98% വോട്ടിനാണ് തോറ്റതെങ്കിൽ 2019 അത് 5.87% ഉയർന്നു. 1990 മുതൽ അമേഠിയിൽ ബി.ജെ.പിയാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി. എന്നാൽ 2004-2009 വർഷങ്ങളിൽ ബി.എസ്.പി 2ാം സ്ഥാനത്തെത്തി.